നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് ഒരുപാട് സെറ്റിങ്സുകളുണ്ട്. കുറേയൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഒരുപാട് സെറ്റിങ്സുകൾ പരിചയപ്പെടുത്താനുണ്ട്. പല ആളുകളും പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാറുണ്ട് വാട്സപ്പിൽ. ഈ സെറ്റിങ്സ് എന്തിനുള്ളതാണ്, ഈ സെറ്റിങ്സ് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഇത് ഓൺ ചെയ്ത് വെക്കാൻ പറ്റുമെന്നൊക്കെ പല ആളുകളും പറയാറുണ്ട്. അത്തരത്തിൽ ഒരുപാട് സെറ്റിങ്സ് നമ്മുടെ ഫോണിനകത്തുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ മൊബൈൽ ഫോണിനകത്തുള്ള ഒരു സെറ്റിങ്സ്, അതായത് നമുക്ക് വരുന്ന കോളുകൾ, നമുക്കിപ്പോൾ 2 സിം കാർഡ് നമ്മുടെ ഫോണിനകത്തുണ്ട്. 2 സിം കാർഡിനകത്തും ഒരേ റിംഗ് ട്യൂൺ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് സിമ്മിലാണ് അയാൾ കോൾ ചെയ്യുന്നത് നമുക്കറിയാൻ സാധിക്കില്ല. നമ്മുടെ ഫോണിനകത്തുള്ള സെറ്റിങ്സിൽ തന്നെ നമുക്ക് ഓരോ സിം കാർഡിനും പ്രത്യേകം റിംഗ് ട്യൂണുകൾ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ 1-2 സെറ്റിങ്സുകൾ കൂടി നമുക്ക് ഈ ഭാഗത്ത് പരിശോധിക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ കാണാൻ നിങ്ങൾക്ക് സൗണ്ട് വൈബ്രേഷൻ എന്നുള്ള സെറ്റിങ്സ് നിങ്ങളുടെ ഫോണിനകത്ത് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഞാനിപ്പോൾ പറഞ്ഞ ആ ഒരു സംഗതി ഇവിടെ റിംഗ് ട്യൂൺ എന്ന് കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഏതൊക്കെ സിം കാർഡാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് മുകളിൽ സിം 1 അതുപോലെ തന്നെ സിം 2 എന്നുള്ളത് കാണാൻ സാധിക്കും. സിം 1 സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ട്യൂണാണോ വേണ്ടതെങ്കിൽ ആ ട്യൂൺ ഇവിടെ വെച്ച് ക്ലാസിക് തീം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഒരുപാട് ട്യൂണുകൾ നിങ്ങൾക്ക് ഏത് റിംഗ് ട്യൂണാണ് വേണ്ടതെങ്കിൽ അത് ഫോണ് തരും. അതല്ല നിങ്ങളുടെ ഫോണിനകത്തുള്ള റിംഗ് ട്യൂണാണ് നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതെങ്കിൽ ഇവിടെ താഴെ ഓൺ ദിസ് ഡിവൈസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫോണിനകത്തുള്ള റിംഗ് ട്യൂണുകൾ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇനി മുതൽ 1ാമത്തെ സിം കാർഡിൽ നിന്ന് വരുന്ന കോളുകൾ നിങ്ങളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന റിംഗ് ട്യൂൺ മാത്രമായിട്ടാണ് വരിക. ഇനി ഇവിടെ 2ാമത്തെ സിം കാർഡ് എന്ന് കാണും വലതു ഭാഗത്ത്, അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ ക്ലാസിക് തീം ആണെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾക്ക് റിംഗ് ട്യൂൺ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല സെയിം സിം 1 എന്നുള്ള ഓപ്ഷൻ മുകളിൽ കാണാം. ഇത് എനേബിൾ ചെയ്ത് കൊടുത്താൽ നിങ്ങൾ 1ാമത്തെ സിം കാർഡിൽ ഏത് റിംഗ് ട്യൂൺ ആണോ സെറ്റ് ചെയ്തത് അതേ റിംഗ് ട്യൂൺ തന്നെ 2ാമത്തെ സിമ്മിനകത്തേക്കും വരാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമുക്ക് ഏത് സിമ്മിൽ ആരാണ് വിളിക്കുന്നതെന്ന് വേഗത്തിൽ മനസ്സിലാക്കാൻ ഈ ട്രിക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നേരെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാം മോർ സൗണ്ട്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാം ഡയൽ പാഡ് ട്യൂണ്, ലോക്ക് സ്ക്രീൻ സൗണ്ട്, സ്ക്രീൻഷോട്ട് സൗണ്ട്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഓരോന്നും കാണാൻ സാധിക്കും. ഡിലീഷൻ സൗണ്ടൊക്കെ. ഇവിടെ 1ാമത്തെ ഡയൽ പാഡ് സൗണ്ട്, നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ കീബോർഡിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോഴുള്ള സൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇത് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 1ാമത്തെ. 2ാമത്തെ ലോക്ക് സ്ക്രീൻ സൗണ്ട്, നമ്മുടെ ഫോൺ ലോക്ക് സ്ക്രീനിലേക്ക് മാറുമ്പോൾ ഒരു സൗണ്ട് കേൾക്കാൻ സാധിക്കും. അത് വേണമെങ്കിൽ അതും എനേബിൾ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ 3ാമത്തെ സ്ക്രീൻഷോട്ട് സൗണ്ടാണ് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഡിലീഷൻ സൗണ്ട്, അത് നമ്മൾ ഏതെങ്കിലും ഫയലുകൾ ഡിലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൗണ്ടാണ്. അപ്പം ഡിലീറ്റ് ചെയ്യുമ്പോൾ ഡിലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സൗണ്ട് കേൾക്കാൻ സാധിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് എനേബിൾ ചെയ്ത് വെച്ച് ഓരോന്നും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. താഴെ ഫിംഗർ പ്രിൻ്റ് ആനിമേഷൻ സൗണ്ട്, നമ്മുടെ ഫിംഗർ പ്രിൻ്റ് വെക്കുന്ന സമയത്ത് സൗണ്ട് കിട്ടും. ഫിംഗർ പ്രിൻ്റ് ആരെങ്കിലും വെക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ഫെയിൽഡ് ആകുന്ന സമയത്തും നമുക്കൊരു സൗണ്ട് കിട്ടും. അതുകൊണ്ട് ഫിംഗർ പ്രിൻ്റ് ആനിമേഷൻ സൗണ്ട് ഉണ്ട്. ടച്ച് സൗണ്ട്, നേരത്തെ മുകളിൽ നമ്മൾ ഡയൽ പാഡ് സൗണ്ടാണ് പറഞ്ഞത്, അതായത് നമ്മൾ കീബോർഡിനകത്ത് ടൈപ്പ് ചെയ്യുന്ന പാഡ് സൗണ്ടാണ്. ഇവിടെ താഴെ ടച്ച് സൗണ്ടാണ്, അതായത് നമ്മുടെ സ്ക്രീനകത്ത് നമ്മുടെ മൊബൈൽ ഫോണിൽ എവിടെ ടച്ച് ചെയ്താലും സൗണ്ട് ഉണ്ടാകും. അപ്പോൾ ഇത് ആവശ്യമുള്ളത് മാത്രം നിങ്ങൾക്ക് ഓൺ ചെയ്ത് വെക്കാവുന്നതാണ്. ഒരുപാട് സെറ്റിങ്സുകൾ ഇതിനകത്തുണ്ട്, ഫോണിനകത്തുണ്ട്. നമുക്ക് ഓരോ ദിവസങ്ങളിലായിട്ട് വ്യത്യസ്ത സെറ്റിങ്സുകൾ പരിശോധിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.